മുത്തേ ആശിക മുത്തേ ഒരു ചെറിയൊരു സംശയമുണ്ട് മുത്തേ ഡൗട്ട് തീർക്കാൻ ഞാൻ ആര് ഡോക്ടറോ? ഇത് ഭയങ്കര ഡോക്ടറാന്നല്ലേ പറഞ്ഞേ, കമന്റിലൊക്കെ ഡോക്ടറാന്നൊക്കെയാണ് പറയണേ. മുത്തേ ഈ കടൽ കുതിര ഇല്ലേ നമ്മളെ, കടൽ കുതിര ഉണ്ട്, മനസ്സിലായില്ലേ? ഈ കടൽ കുതിര ആണ് പ്രസവിക്കുന്ന ഉള്ളത് തന്നെ മുത്തേ. എന്നോട് ചോദിച്ചാ കിട്ടാത്ത മറുപടി ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ. എന്റെ ഹബീബേ, എന്താ കേട്ടത്? കടൽ കുതിര ആണ് പ്രസവിക്കുന്ന കേട്ടെ. ആണ് കടൽ കുതിര ആണ് പ്രസവിക്കുന്നത്. അപ്പോ എന്നാലും ഞാനത് പറഞ്ഞു തരണമെങ്കിൽ ആദ്യം നമ്മളെ ചാനൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ശരിക്ക് കടൽ കുതിര ആണ് പ്രസവിക്കുന്ന അച്ഛൻ എന്നാണ് കടൽ കുതിരനെ അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാല്, ഈ കടൽ കുതിരകൾ തമ്മിൽ ഇണ ചേർന്ന് കഴിഞ്ഞാല് അതിന്റെ ഫീമെയില് ശരിക്കും അതിന്റെ ആണിന്റെ വയറ് ഭാഗത്ത് ഈ ചില കങ്കാരുവിന്റെ ഒരു സഞ്ചി ഉണ്ടാവൂലേ, അതുപോലത്തെ ഒരു സഞ്ചി ഈ കടൽ കുതിര ആണിനുണ്ട് ഈ വയറ് ഭാഗത്ത്. അപ്പോ ഇവരെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഈ ഫീമെയില് വന്നിട്ട് ഈ സഞ്ചിയിലോട്ട് മുട്ടയിടുക ചെയ്യാം. ഈ സഞ്ചിയിൽ ഇട്ട് കൊടുക്കും. ഈ സഞ്ചിയിലോട്ട് ഫീമെയിൽ എന്ത് ചെയ്യും? മുട്ടയിടും. ആ മുട്ടയിടുന്നതോട് കൂടിയിട്ട് ആ ഫീമെയിലിന്റെ ജോലി അവസാനിച്ചു എന്നുള്ളതാണ്. ബാക്കി വരുന്ന സമയം ഈ കടൽ കുതിര പ്രസവിക്കും. പ്രസവിച്ചു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ഈ കടൽ കുതിര ആണിന്റെ ജോലിയും അവസാനിച്ചു എന്നുള്ളതാണ്. കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയും എന്തില്ല ഈ കടൽ കുതിരക്കില്ല. സ്വയം വളരാൻ പര്യാപ്തരാവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു 1000-1500 കുട്ടികൾ വരെ ഒരു പ്രസവത്തില് കുട്ടികൾ ഉണ്ടാവും. അപ്പോ അതിൽ നിന്ന് ഒരു 10-15 കുഞ്ഞുങ്ങൾ മാത്രമേ പൂർണ്ണ വളർച്ചയിലോട്ട് എത്തുള്ളൂ. പിന്നെ കടലിൽ ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ജീവി കൂടിയാണ് ഈ കടൽ കുതിര എന്ന് പറഞ്ഞാല്. അപ്പോ കൂടുതൽ ആളുകൾക്ക് എന്താ പറയാ, കടൽ കുതിര ആണ് പ്രസവിക്കും എന്നുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ. അപ്പൊ ഒരിക്കലും ആണ് പ്രസവിക്കല്ല ചെയ്യുന്നത്. ഫീമെയിൽ ഈ ആണിന്റെ ഈ സഞ്ചിയിലോട്ട് മുട്ടയിട്ടിട്ട് ആണ് ഈ മുട്ട വിരിയിപ്പിച്ചിറക്കുന്നത് എന്നേ ഉള്ളൂ കേട്ടോ. വേറെ ഇതില് മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ഇനി എനിക്ക് എന്തെങ്കിലും അറിയണോ കൽബേ? ഈ അറിവ് തന്നെ ധാരാളം. ഏറ്റവും വേഗത കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവി അതല്ലെങ്കിൽ മത്സ്യവർഗത്തിൽപ്പെട്ട ഒരു സംഗതി കൂടിയാണ് ഈ കടൽ കുതിര കേട്ടോ. പിന്നെ വലിയൊരു ചില ആളുകളൊക്കെ പറയും അപകടകാരിയാണെന്നൊക്കെ പറയും. അപകടകാരിയൊന്നുമല്ല, ഒരു സാധാ നോർമല് വലിയൊരു അധികം ഇവരെ ജീവിതശൈലിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കടലിലെ പായല് പുറ്റിയൊക്കെ അല്ലേ, അതിന്റെ ഉള്ളിലൊക്കെയാണ് ഇവരെ ജീവിതശൈലി. പിന്നെ ഇവര് പ്രസവിച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ടെന്താവും വീണ്ടും ഇണ ചേരാനുള്ള ഒരു കഴിവ് കൂടി അവർക്കുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് കടൽ കുതിര.